ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ക്ലോണിങ്ങിലൂടെ മനുഷ്യരെ സൃഷ്ടിക്കുക, അതായത് എന്നെ പോലുള്ള വേറൊരാളെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന ആ ഒരു സംഭവം കണ്ടുപിടിക്കുന്നതാണ്. പക്ഷെ അത് നമ്മുടെ ഭൂമിയിൽ അവർ എന്താ പറയുക, അനുമതി കൊടുക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വേറൊരു ഗ്രഹം തേടി പോവുകയാണ്. വേറൊരു ഗ്രഹം തേടി പോയിട്ട് അവിടെ ഒരു വാസയോഗ്യമാക്കാൻ ശ്രമിക്കുകയാണ് കുറേ ആൾക്കാർ ചേർന്നിട്ട്. ഒരു സയൻറ്റിസ്റ്റും പിന്നെ മറ്റുള്ള എന്താ പറയുക, ഒരു മന്ത്രി, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അതിലേക്ക് സെലക്ട് ചെയ്തിട്ട്, ഒരുപാട് പേരെ സെലക്ട് ചെയ്തിട്ട് അവിടെ ആ ഒരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൽ മിക്കി എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടാവും, ഒരു പയ്യൻ ഉണ്ടാവും. അവനെ ആണ് ഈ ക്ലോൺ ചെയ്യുന്ന സംഭവം. ഓരോ തവണയും ക്ലോൺ ചെയ്ത് ഓരോ തവണ മരിക്കുമ്പോഴും ക്ലോണിങ്ങിലൂടെ പുനർജനിക്കുകയാണ്. അങ്ങനെ 17ാമത്തെ ആളായിരിക്കും മിക്കി 70 എന്നുള്ള പേരിൽ വരുന്നത്. അവൻ്റെ കഥയാണ്, ആ ഒരു ഗ്രഹത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്ന അന്യഗ്രഹ ജീവികൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന സിനിമയാണ് മിക്കി 70 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സിനിമ പ്ലോട്ട് അടിപൊളിയായിരുന്നു, കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മിക്കിയുടെ കഥാപാത്രം, ആ ഒരു കഥാപാത്രത്തിൻ്റെ നാരേഷനിലൂടെയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് മിക്കി 70 എന്നുള്ളത്. ടീം കോട്ടിൻ്റെ വക മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. 2 മണിക്കൂറും 17 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ടെക്നിക്കൽ സൈഡുകളൊക്കെ, കോമഡി കാര്യങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ബ്ലാക്ക് കോമഡി ആണ് കേട്ടോ. അപ്പോൾ സിനിമയുടെ ആ ഒരു സ്റ്റോറി നാരേഷനൊക്കെ കുറച്ച് സ്ലോ ആണ്. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയിലല്ല സിനിമയുടെ മേക്കിംഗ് ഉള്ള കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ വളരെ രസമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തട്ടുപൊളിപ്പൻ പടം എന്നല്ല, ഒരു എന്താ പറയുക, ബോംബിടലും അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും വലിയ അടിപൊളി സംഭവമായിട്ടൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഒരു സ്ലോ ബേസ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് ഈ സിനിമ. ത്രില്ലർ അല്ല, ഡ്രാമയാണ്. അപ്പോൾ കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് മിക്കി 70 എന്ന് പറഞ്ഞ ഒരു സിനിമ. ഒരു 18+ മൂവി കൂടിയാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും